പരുത്തിപ്പറമ്പിൽ എസ്.ജെ. ദേവിൻ്റെയും കുട്ടിയമ്മയുടെയും മകനായ രാജൻ പി ദേവ് എൻ്റെ അച്ഛൻ. നമസ്കാരം. എൻ്റെ അച്ഛനിലേക്ക് സ്വാഗതം. മലയാള നാടകവേദിയിലും ചലച്ചിത്രവേദിയിലും അതുല്യ പ്രതിഭ പ്രകടിപ്പിച്ച കലാകാരനാണ് രാജൻ പി ദേവ്. അദ്ദേഹത്തിൻ്റെ ഒട്ടനവധി കഥാപാത്രങ്ങൾ മലയാളികൾ ഇന്നും ഇഷ്ടത്തോടെ സ്നേഹത്തോടെ കാണുന്നു. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല, എങ്കിലും ആ ദീപ്തമായ സ്മരണകൾ മലയാളിക്കുണ്ട്. നമ്മുടെ അതിഥിയായി ഇന്ന് എത്തുന്നത് രാജൻ പി ദേവിൻ്റെ മകൻ ചലച്ചിത്ര നടനായ ജുബിൽ രാജാണ്. വളരെ സ്നേഹത്തോടു കൂടി ജുബിലിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അദ്ദേഹം എപ്പോഴും തമാശ പറയും, ഉറക്കെ ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. വീട്ടിലും അച്ഛനെന്നുള്ള നിലയിൽ അങ്ങനെയായിരുന്നു, ഒരു ഫ്രണ്ടിനെ പോലെ ഇടപെടുന്ന ഒരു അച്ഛനായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയായിരുന്നു എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് എൻ്റെ അച്ഛനാന്ന് പറയായിരുന്നു. കാര്യം എന്തോ ഓപ്പണായിട്ട് സംസാരിക്കാം, എന്നോട് എന്തോ ഓപ്പണായിട്ട് പറയും. അതുപോലെ തന്നെ അസാധ്യമായിട്ടുള്ള ഹ്യൂമർ സെൻസും ഉണ്ടായിരുന്നു. ഏതൊരു കാര്യം പറഞ്ഞാലും നമ്മൾ എന്ത് ടെൻഷനിലാണെങ്കിലും അതിനൊരു നർമ്മത്തിൻ്റെ രീതിയിൽ അവതരിപ്പിച്ച് ആ ഒരു ടെൻഷൻ റിലീവ് ചെയ്യാനുള്ള ഒരു പവർ ഭയങ്കരമായിരുന്നു. ലൊക്കേഷനിലൊക്കെ ആയാലും എല്ലാവരും ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ പറയും രായേട്ടൻ ലൊക്കേഷനിലുണ്ടെങ്കിൽ വലിയൊരു ഓളമാകണം, അത് ഭയങ്കര രസമായിരിക്കും പുള്ളി ഉണ്ടെങ്കിൽ. വീട്ടിലാണെങ്കിൽ അങ്ങനെ തന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതൊരു ചിരിയുടെ രൂപത്തിലേ അവതരിപ്പിക്കത്തുള്ളൂ. ഭയങ്കര റിലാക്സ് ആക്കുമായിരുന്നു നമ്മൾ ഒരുപാട്. അദ്ദേഹം രാജൻ പി ദേവ് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തകർന്നതിൻ്റെ കാര്യം ജീവിതത്തിൻ്റെ അടുക്കും ചിട്ടയും ഇല്ലായ്മയാണ് എന്ന് തോന്നുന്നു ജിബിന്. ആരോഗ്യപരമായിട്ട് നോക്കുമ്പോഴേക്കും ഒട്ടും ഡിസിപ്ലിൻഡ് അല്ലായിരുന്നു. ഇപ്പോൾ ഉറക്കത്തിൻ്റെ കാര്യത്തിലായാലും റെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും ഫുഡിൻ്റെ കാര്യത്തിലായാലും ഒട്ടും ഡിസിപ്ലിൻഡ് അല്ലായിരുന്നു എന്ന് പറയാം. കാര്യം പുള്ളിക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ കഴിക്കുമായിരുന്നു. അതിൽ ഡോക്ടർ എന്ത് നിബന്ധനകൾ വെച്ചാലും അങ്ങനെയൊന്നും നോക്കത്തില്ല. ഡാഡിച്ചിന് എന്തിഷ്ടം ആ ഫുഡ് എന്താണെങ്കിലും കഴിക്കുമായിരുന്നു. പിന്നെ മരുന്നൊക്കെ മുടങ്ങാണ്ട് കഴിക്കുമായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഫുഡും കൂടി കൺട്രോൾ ചെയ്തേ പറ്റത്തുണ്ടായിരുന്നുള്ളൂ ഡാഡിച്ചിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി വെച്ചിട്ട്. പിന്നെ റെസ്റ്റ് എന്നുള്ളൊരു സ്വഭാവമേ ഇല്ലായിരുന്നു ആൾക്ക്. കാര്യം എത്ര പടം വന്നാലും അതിനെല്ലാം യേസ് പറയുക, ചെയ്യുക, ആ ഒരു ഫിലിമിനോട് അത്രയ്ക്ക് ക്രേസ് ഉള്ള ഒരാളായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ റെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെയും പ്രോപ്പറായിട്ട് ചെക്കപ്പ് നടത്താൻ പറ്റാത്തതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാര്യം ഈ 4 ലാംഗ്വേജ് ചെയ്യുന്നതുകൊണ്ട് ഓടി നടന്ന് പടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സംഭവം നമുക്കിത് ചെയ്യേണ്ട അടിച്ചാൽ നമുക്ക് അതിൻ്റെ ഇത്രയും വയ്യാണ്ടിരിക്കുമല്ലോ നോക്കണ്ടേ. അപ്പോഴേക്കും പറയണത് ഇല്ലടാ, എന്നെ വിശ്വസിച്ച് കാശ് മുടക്കിയ പ്രൊഡ്യൂസറുണ്ട്, ഒരു 150-200 പേരുടെ ഒരു ക്രൂ എന്നെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്, അപ്പോൾ എനിക്ക് അത് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് സിനിമയ്ക്ക് വേണ്ടി തന്നെ ആരോഗ്യം കളഞ്ഞു എന്ന് പറയാം. അതേ ഈ വില്ലൻ വേഷങ്ങളിൽ നിന്നും മാറി അച്ഛൻ വേഷങ്ങളിലേക്കും നന്മയുള്ള വേഷങ്ങളിലേക്കും നർമ്മ വേഷങ്ങളിലേക്കും ഒക്കെ അവസാന കാലത്തെത്തി. അതൊക്കെ എങ്ങനെയാണ് അദ്ദേഹം എൻജോയ് ചെയ്തത്? എങ്ങനെയാണ് ഈ കോമഡി വേഷം ഉൾപ്പെടെ ചെയ്തതൊക്കെ? കോമഡി എനിക്ക് തോന്നുന്നുണ്ട് അടിച്ചിന് വളരെ എളുപ്പമായിരുന്നു ഇരിക്കാൻ കോമഡി ചെയ്യാനായിട്ട്. കാര്യം റിയൽ ലൈഫിൽ നല്ല ഞാൻ പറഞ്ഞില്ലേ ഹ്യൂമർ സെൻസ് ഉള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ സീനിലും അപ്പോൾ ഷോട്ടിൽ കയ്യിൽ നിന്നൊക്കെ ഓരോ സാധനമായിട്ടൊക്കെ ചെയ്യുമായിരുന്നു. നമുക്കത് ലൊക്കേഷനിൽ തന്നെ ഒത്തിരി നമുക്ക് ചിരിക്കാൻ വകയുണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഡാഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയായി കാണും അത് അങ്ങനെ ഒരു ചെയ്യാനായിട്ട്. ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. കാര്യം ഇത്രയും നാളും റഫ് കളിച്ച് ഏത് തിയേറ്ററിൽ ചിലപ്പോഴേക്കും ഞങ്ങൾ പോയി ഇരിക്കുമ്പോഴും ഡാഡിച്ചിന് ഇരിക്കെ തന്നെ ഞങ്ങളിരിക്കെ തന്നെ ഓഡിയൻസ് തെറി പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഇയാൾ എന്നാ പരിപാടിയാണ് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാടൻ ഭാഷയിൽ കുറേ തെറിയൊക്കെ പോയി. അവിടുന്ന് ഈ ചോട്ട മുംബൈ തൊമ്മനും മക്കളും പോലത്തെ ഒരു ഹ്യൂമർ ക്യാരക്ടേഴ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആളുകളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഒരുപാട് മാറി. അവർക്ക് ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു റെസ്പെക്റ്റിനേക്കാളും കുറച്ചൊരു സ്നേഹം അടുപ്പമൊക്കെ. അത് അങ്ങനെ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞപ്പോൾ ഡാഡിച്ചിന് ഒരുപാട് എൻജോയ് ചെയ്തിരുന്നത് ചെയ്യാനായിട്ട്. പിന്നെ കുറച്ചുകൂടി അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തു അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മമ്മൂക്കയുടെ ഒക്കെ കൂടെയാണെങ്കിൽ ഒരുപാട് ഹ്യൂമർ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം. മക്കളെ കുറിച്ചുള്ളതൊക്കെ പ്രതീക്ഷ നന്നായി പഠിപ്പിച്ച് ആ തരത്തിൽ ആണോ, അതേ കലാകാരനായി തീരണമാണോ, അത് എപ്പോഴെങ്കിലും സംസാരത്തിൽ അത് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡ്രീം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു ഡാഡിച്ചിൻ്റെ ഡ്രീം എന്ന് പറഞ്ഞെങ്കിൽ എന്നെ ഒരു IPS ഓഫീസർ ആക്കുക എന്നുള്ളതായിരുന്നു. അപ്പം അതിനുവേണ്ടി പുള്ളി ഒരുപാട് സ്ട്രെയിൻ ചെയ്തു. പക്ഷെ ഞാൻ സ്ട്രെയിൻ ചെയ്തില്ല. അങ്ങനത്തെ കുറേ ഇതുണ്ടായിരുന്നു. കാര്യം എൻ്റെ മനസ്സിലെപ്പോഴും സിനിമ തന്നെയായിരുന്നു. സിനിമ അല്ലെങ്കിൽ സിനിമയായിട്ട് റിലേറ്റഡ് സംതിങ് അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരിക്കലും പക്ഷെ എന്നെ കമ്പൽ ചെയ്തിട്ടില്ല.
ഇന്നതായി തീരണം നിർബന്ധം എന്നുള്ളത്. പക്ഷെ പറയുമായിരുന്നു മക്കളെ എൻ്റെ ആഗ്രഹം ഇന്നതാ. ഏറ്റവും അവസാനം എൻ്റെയൊക്കെ പറഞ്ഞു ഞാൻ IPS ഒക്കെ ഉപേക്ഷിച്ചു, എന്നെ കൊണ്ട് സബ് ഇൻസ്പെക്ടർ ആകാൻ പറ്റും, ഒന്ന് കാക്കിയിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞത് ചെയ്യണ്ട അച്ഛാ, കുഴപ്പമുള്ള കേസല്ല, കാര്യം ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റില്ല. കാര്യം ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ SI ടെസ്റ്റ് നടന്നിട്ടില്ല. അപ്പോൾ ആ വലിയൊരാഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ഇത് ചെയ്യണമെന്നുള്ളത്. അതപ്പോൾ അങ്ങനെ നടക്കാണ്ട് പോയി. അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ അല്ലാണ്ട് വേറെ അങ്ങനെ ഒരു കമ്പനി എത്തില്ല ഒരിക്കലും. പഠിക്കുന്ന കാര്യത്തിലേക്കാണെങ്കിൽ പോലും ഏർലി മോർണിംഗൊക്കെ എഴുന്നേറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിക്കുമായിരുന്നു. നീ എന്തിനാ ഇത്രയും വെളുപ്പിന് എഴുന്നേറ്റിരുന്ന് പഠിക്കുന്ന, പോയി കിടന്നുറങ്ങാൻ, അത്രയും സ്ട്രെയിൻ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല, അതിന് കിട്ടുന്ന മാർക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വളരെ ഫ്രീ ആയിട്ട് കൂട്ടുകാർ തമ്മിൽ പറയുന്ന പോലെ ഇപ്പോൾ പഴാളിയെ പഠിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെ തന്നെ അത്ര ഫ്രീ ആയിട്ട് പറയാൻ പറ്റുന്നൊരു അദ്ദേഹം ജീവിതം ഒറ്റയ്ക്ക് കെട്ടിപ്പടുക്കുകയും ജീവിതത്തിൽ കരുത്ത് കാട്ടുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം ഞാൻ ജനിക്കുമ്പോഴേക്കും ഞാൻ ജനിച്ച വീഴുന്ന വീടെന്നുണ്ടെങ്കിൽ ഒറ്റ മുറിയുള്ള ഒരു ഓലപ്പര, അതിൽ മഴയൊക്കെ ചോർന്നൊലിച്ച് അങ്ങനെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് തന്നെ കിടന്നിട്ടുള്ളത്. ഡാഡിച്ചൻ എപ്പോഴും പറയായിരുന്നു, എൻ്റെ മമ്മിയാണ് ശാന്തമ്മ എന്നാണ് പേര്, ശാന്തമ്മ ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടന്നത് എൻ്റെ കൂട്ടത്തിൽ ഇത്രയും നാൾ ഇത്രയും കഷ്ടപ്പാടായിട്ട്. മമ്മിയും ഭയങ്കര റിച്ച് ഫാമിലിയിലായിരുന്നു, ഡാഡിച്ചനും നല്ല റിച്ച് ഫാമിലി ആയിരുന്നു. പക്ഷേ അത് ഡാഡിച്ചൻ്റെ വീട്ടായിരുന്നുകൊണ്ട് ഒരു ടൈം ബീയിങ് അവർ ഒരുപാട് സ്വത്തുക്കളെല്ലാം പോയി. അങ്ങനെ ഭയങ്കര ഒരു ദാരിദ്ര്യം എന്ന് പറയുന്ന അവസരത്തിൽ തന്നെ എഴുതി ഡാഡിച്ചൻ ഡ്രാമയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഒറ്റ മുറി ഓലപ്പുരയിൽ നിന്നും ഡാഡിച്ചൻ മരിക്കുമ്പോഴേക്കും ഡാഡിച്ചന് സ്വന്തമായിട്ട് 5 വീടുകളുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥാപനങ്ങൾ കാര്യങ്ങൾ. അപ്പോൾ അത്രയും പടുത്തുയർത്തുക എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് കൊണ്ട് മാത്രം, എന്നാൽ ക്വാളിഫൈഡ് അല്ല, അങ്ങനെ വേറെ ഒരു ബിസിനസ് സാമ്രാജ്യങ്ങളൊന്നുമില്ല, സിനിമ എന്നുള്ള ഒരു ലോകത്തുനിന്ന് മാത്രം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒബ്വിയസ്ലി ആ ഒരു കഷ്ടപ്പാടും ആ കഴിവും കൊണ്ട് തന്നെ ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ നേടി. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു നേട്ടമായിരുന്നു.